മാത്സ് എന്ന് പറയുമ്പോൾ പരസ്പരം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയണം. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ, കോൺസെപ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനും കഴിയും. നമുക്ക് SLC മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതിൽ ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. ആ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കിളിൽ ഒരു ആർക്ക് അതിന്റെ അൾട്ടർനേറ്റീവ് ആർക്കിലെ ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും. അത് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഒരു വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ മറുചാപത്തിലെ ഏതൊരു ബിന്ദുവിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് അതിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അതേപോലെ ഒരു സർക്കിളിന്റെ ഒരു ആർക്കും അതിന്റെ അൾട്ടർനേറ്റീവ് ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. ഇതാണ് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതിൽ ഒരു ആർക്കാണ് ADB, ഒരു ആർക്കാണ് ACB. ADB അതിന്റെ അൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ C എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആർക്ക് ACB അതിന്റെ അൾട്ടർനേറ്റീവ് ആർക്കായ ആർക്ക് ADB ഉണ്ടാക്കുന്ന ആംഗിൾ D എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചത് എന്താണ്, ആംഗിൾ സിയുടെ ഡബിൾ ആയിരിക്കും ഇവിടെ 2C എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ADBയുടെ കേന്ദ്രകോൺ. അതുപോലെ ആർക്ക് ACBയുടെ കേന്ദ്രകോൺ ആംഗിൾ ഡിയുടെ ഡബിൾ ആയിരിക്കും, ദാറ്റ് ഈസ് 2D ആയിരിക്കും. സോ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആ രണ്ട് കോണുകൾ 2C + 2D രണ്ടും സം ചെയ്താൽ നമുക്ക് 360 കിട്ടും. സോ ഡിയും സിയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 360യുടെ പകുതിയായ 180 ഡിഗ്രി കിട്ടും. ഇതേ കേസിൽ തന്നെയാണ് സെഗ്മെന്റ്സിന്റെ ഇതിൽ വരുന്നത്. ജസ്റ്റ് കോൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. ജസ്റ്റ് ആർക്ക് എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ എന്താണ് സെഗ്മെന്റ്സ് എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്തത്. സെഗ്മെന്റ്സ് ആണ് വൃത്തഖണ്ഡം. സോ ഒരു സെഗ്മെന്റ്സിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. അതേപോലെ ഓപ്പോസിറ്റ് സെഗ്മെന്റ്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഒരു സെമി സർക്കിൾ നോക്കുകയാണെങ്കിൽ സെമി സർക്കിളിന്റെ ഇവിടെ കേന്ദ്രകോൺ വരുന്നത് എന്താണ്, ആംഗിൾ AOB എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സോ അതിന്റെ പകുതിയായിരിക്കും ആംഗിൾ ACB എന്നുള്ളത്. സോ ആംഗിൾ ACB 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു സെമി സർക്കിളിലെ ഏതൊരു ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നോക്കുകയാണെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം എന്ന് പറയുമ്പോൾ 4 വേർട്ടസും 4 മൂലകളും ഒരു സർക്കിളിലായിരിക്കും, ഒരു വൃത്തത്തിലായിരിക്കും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ A അതുപോലെ C അതെന്താണ്, രണ്ട് ഓപ്പോസിറ്റ് സെഗ്മെന്റ്സിലുള്ള ആംഗിൾ ആണ്. നമുക്ക് ഇവിടെ BD എന്നുള്ള ഡയഗണൽ നോക്കുകയാണെങ്കിൽ ആ BD എന്നുള്ളത് സർക്കിളിൽ ഒരു കോഡായിട്ട് വരും. സോ ഈ സർക്കിളിലെ രണ്ട് സെഗ്മെന്റ്സ് ആക്കി മാറ്റുകയാണ്. സോ ആംഗിൾ എയും ആംഗിൾ സിയും ഓപ്പോസിറ്റ് സെഗ്മെന്റ്സിലുള്ള ആംഗിൾസ് ആണ്. സോ അതിന്റെ സം 180 ഡിഗ്രി ആണ്. സിമിലർലി ആംഗിൾ ഡിയും ആംഗിൾ ബിയും ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആണ്. സോ നമുക്ക് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും നമുക്ക് ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതെന്താണ്, ഒരു ആർക്ക് അതിന്റെ അൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നുള്ളത് അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര ശ്രേണികൾ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് അറിയുന്നവര് കമന്റ് ചെയ്യാം.